അപകടം നടക്കുമ്പോൾ മകൻ മദ്യപിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ അമ്മയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതിനും കൃത്രിമത്വം നടത്തിയതിനുമാണ് കേസ്. രക്തസാമ്പിളിൽ കൃത്രിമം നടത്തിയതിനും തെളിവ് നശിപ്പിച്ചതിനുമാണ് 17-കാരന്റെ അമ്മ അറസ്റ്റിലായത്. പ്രതിയുടെ അച്ഛനിൽ നിന്ന് 3 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ചീഫ് മെഡിക്കൽ ഓഫീസറും ഫോറൻസിക് മേധാവിയും ചേർന്നാണ് രക്തസാമ്പിളിൽ കൃത്രിമം നടത്തിയത്. 17-കാരന്റെ രക്തസാമ്പിൾ ചവറ്റുകുട്ടയിലെറിഞ്ഞ ഡോക്ടർമാർ പകരം പരിശോധിച്ചത് അമ്മ ശിവാനി അഗർവാളിന്റെ രക്തസാമ്പിളായിരുന്നു. ഇതോടെ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കുറ്റമേൽക്കാൻ കുടുംബം ഡ്രൈവറെ നിർബന്ധിച്ചെന്ന പരാതിയിൽ പ്രതിയുടെ അച്ഛനെയും മുത്തച്ഛനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 17-കാരന്റെ അച്ഛൻ വിശാൽ അഗർവാളും മുത്തച്ഛൻ സുരേന്ദ്ര അഗർവാളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. മെയ് 19-ന് പൂനെയിലെ കല്യാണി നഗറിൽ 17-കാരൻ കാറിടിച്ച് 2 പേർ കൊലപ്പെടുകയായിരുന്നു. കുടുംബത്തിന്റെ ഡ്രൈവറുടെ മുകളിൽ കുറ്റം ചുമത്താൻ ശ്രമിച്ചതിന് നേരത്തെ പിതാവിനെയും മുത്തച്ഛനെയും അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യം മറച്ചുവെക്കാൻ കുടുംബം നടത്തിയ ശ്രമങ്ങൾ എല്ലാം അന്വേഷണത്തിൽ തെളിഞ്ഞു. പണം നൽകി ഡ്രൈവറിൽ കുറ്റം ചുമത്താൻ ശ്രമിച്ചെങ്കിലും നിഷേധിച്ചതോടെ തട്ടിക്കൊണ്ടുപോയി കുറ്റം ഏറ്റെടുക്കാൻ നിർബന്ധിച്ചു. സർക്കാർ ആശുപത്രിയിൽ 17-കാരന്റെ മെഡിക്കൽ പരിശോധനയിലും ക്രമക്കേടുകൾ നടത്തിയതിലും അന്വേഷണം ആരംഭിച്ചു. ഇതിനായി മുംബൈ ആസ്ഥാനമായുള്ള ഗ്രാൻസ് മെഡിക്കൽ കോളേജ് ഡീന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പൂനെയെ നടുക്കിയ ദാരുണമായ വാഹനാപകടത്തിനു പിന്നാലെ പ്രതിയായ 17-കാരനെ രക്ഷിക്കാൻ സമ്പന്ന കുടുംബം നടത്തിയ ഗൂഢാലോചന ഒന്നൊന്നായി പുറത്തുവന്നിരുന്നു. മെയ് 19-നാണ് അപകടമുണ്ടായത്. അപകടമുണ്ടാക്കുന്നതിന് മുൻപ് ബാറിൽ നിന്ന് മദ്യപിച്ച 17-കാരന്റെ രക്തസാമ്പിളിൽ മദ്യത്തിന്റെ അംശമില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെ പോലീസിനെതിരെ വലിയ രീതിയിലാണ് വിമർശനമുയർന്നത്. ഇതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് സംഭവത്തിലെ ഞെട്ടിക്കുന്ന ഗൂഢാലോചന പുറത്തുവന്നത്. ജുവനൈൽ ഹോമിൽ കഴിയുന്ന 17-കാരന്റെ കസ്റ്റഡി കാലാവധി അടുത്ത ബുധനാഴ്ച തീരാനിരിക്കെയാണ് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടം നടന്ന ഉടൻ വിവരം കൺട്രോൾ റൂമിൽ അറിയിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഒരു SIയെയും കോൺസ്റ്റബിളിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.